Hi, welcome. In this class, we will discuss the biochemistry topic assessment of nutritive value of proteins. Now, we will nutritive values proteins assess proteins nutritive value assess index. First one, biological value of proteins. Biological value of protein net protein utilization protein efficiency ratio net protein ratio chemical score So, this is the biological value. Biological value is the egg case. Biological value is protein, egg protein. That's why we egg protein reference protein consider. So, biological value is we intake protein. That is food substance. Protein content protein we intake intake നമ്മുടെ ബോഡിയിൽ ഇത് അബ്സോർബ് ആവും. അതായത് ഇൻടേക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ സേ ഒരു 100 നമ്പർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ 100% നൈട്രജൻ ഉണ്ടെന്ന് വിചാരിക്കും. ഉണ്ടെങ്കിൽ നമുക്കത് ഫുള്ളും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതിൽ ഡൈജസ്റ്റ് ആവുന്നത് കുറച്ച് പാർട്ടായിരിക്കും. ആ ഡൈജസ്റ്റ് ആയതിൽ തന്നെ ഇപ്പോൾ 50% ഡൈജസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് 50 ആയി. ഈ 50യിൽ തന്നെ 50യും നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റില്ല ഡൈജസ്റ്റ് ആയെന്ന്. ആ 50യിൽ ചിലപ്പോൾ ഒരു 10% നമ്മുടെ എക്സ്ക്രീഷനിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും. അതായത് ത്രൂ യൂറിൻ ആൻഡ് ഫീക്കസ്. ഈ രണ്ട് നമുക്ക് എക്സ്ക്രീഷനിലൂടെ ഇങ്ങനെ നമുക്ക് കുറച്ച് നൈട്രജൻ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അബ്സോർബ് ചെയ്യാൻ പാകത്തിന് അല്ലെങ്കിൽ നമ്മുടെ നൈട്രജൻ മെറ്റബോളിസത്തിന് പ്രോട്ടീൻ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് അതിൽ എത്ര നൈട്രജൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബയോളജിക്കൽ വാല്യൂ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് അബ്സോർബ്ഡ് നൈട്രജൻ റീറ്റെയിൻഡ് ബൈ ദ ബോഡി. അതായത് അബ്സോർബ്ഡ് നൈട്രജൻ മൈനസ് നൈട്രജൻ എക്സ്ക്രീറ്റഡ്. ഇത് ഡൈജസ്റ്റഡ് നൈട്രജൻ അല്ല. ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി നമുക്ക് ആ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് ഇതിനെ നമ്മൾ ബ്രോക്ക് ചെയ്യുമല്ലോ. ആ ബ്രേക്ക് ചെയ്ത മോളിക്യൂൾസിൽ നിന്ന് നമ്മൾ അബ്സോർബ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്ന നൈട്രജൻ്റെ കേസാണ് പറയുന്നത്. ബയോളജിക്കൽ വാല്യൂ നമുക്ക് എങ്ങനെ കാണാം? നൈട്രജൻ റീറ്റെയിൻഡ് ഡിവൈഡഡ് ബൈ നൈട്രജൻ അബ്സോർബ്ഡ് ഇൻറ്റു 100. അതായത് നൈട്രജൻ റീറ്റെയിൻഡ് എക്സ്ക്രീഷനൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ബാക്കി എത്ര നൈട്രജൻ ഉണ്ട് ബൈ നൈട്രജൻ അബ്സോർബ്ഡ്, എത്ര നൈട്രജൻ നമ്മൾ അബ്സോർബ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇൻറ്റു 100. ഇതാണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമുക്ക് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഏതൊക്കെ ആണ് എഴുതേണ്ടത്, ഏത് ടേമാണ് വരേണ്ടത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും ആലോചിക്കുക. നമ്മളിപ്പോൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെയൊക്കെ കേസിൽ നമ്മൾ മാർക്ക് പറയുന്നത് എങ്ങനെയാണ്? 50 out of 100. അതായത് 100ൽ 50 മാർക്ക്, 100ൽ 80 മാർക്സ് അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ നൈട്രജൻ അബ്സോർബ് ചെയ്ത നൈട്രജൻ ആണ് വലുത്. അത് കഴിഞ്ഞ് എക്സ്ക്രീഷനൊക്കെ കഴിഞ്ഞ് ബാക്കി റീറ്റെയിൻ ചെയ്ത നൈട്രജൻ ആയിരിക്കും ചെറുത്. അപ്പോൾ വലുത് എപ്പോഴും താഴെയും ചെറുത് മുകളിലായിരിക്കും വരിക. ഓക്കെ, എഗ്ഗിൻ്റെ കേസിൽ നമുക്കിപ്പോൾ 3 വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്, 93, 94, 96. അതായത് പല റെഫറൻസിൽ പല നമ്പേഴ്സാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ എന്തായാലും എഗ്ഗിനാണ് ഹയസ്റ്റ് ബയോളജിക്കൽ വാല്യൂ. 93 ചോദിച്ചാൽ 93, 94 ആണ് ഓപ്ഷനിൽ 94, 96 ആണെങ്കിൽ 96. ഓക്കെ, മിൽക്കിലാണെങ്കിൽ 84.5 ആയിരിക്കും, ഫിഷിലാണെങ്കിൽ 76 ആയിരിക്കും. ഇനി അടുത്തത് വരുന്നത് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ പെർ PER എന്ന ഈ വാല്യൂ അത് പറയുന്നത് ഗെയിൻ ഇൻ ബോഡി മാസ് ഡിവൈഡഡ് ബൈ പ്രോട്ടീൻ ഇൻടേക്ക്. അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസിൽ എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ്. കുറച്ച് നാൾ ഇവരെ പ്രോട്ടീൻ ഡയറ്റിൽ വിടുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ ബോഡിയിൽ ഉണ്ടായ ആ ഒരു വെയിറ്റ് ഗെയിൻ നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ ആ ഗെയിൻ ഇൻ വെയിറ്റ് ഗെയിൻ ബോഡി മാസിലുണ്ടായ ഗെയിൻ ഡിവൈഡഡ് ബൈ എത്ര പ്രോട്ടീൻ അവർ അകത്തേക്ക് എടുത്തു, ഇൻടേക്ക് നടത്തി എന്നുള്ളതാണ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഗെയിൻ ഇൻ വെയിറ്റ് ഓഫ് ഗ്രോയിങ് ആനിമൽസ് പെർ ഗ്രാം ഓഫ് പ്രോട്ടീൻ ഈറ്റൺ. എത്ര ഗ്രാം പ്രോട്ടീനിന് എത്ര വെയിറ്റ് ഗെയിൻ ഉണ്ടായി എന്നുള്ളതാണ് PERൽ നമ്മൾ നോക്കുന്നത്. ആനിമൽ പ്രോട്ടീൻസിൻ്റെ PER എന്ന് പറയുന്നത് 2.5ൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു റേഷ്യോ വെച്ച് ശരിക്കും ഹ്യൂമൻസിൻ്റെ പ്രോട്ടീൻ കൺസപ്ഷനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഹ്യൂമൻ പ്രോട്ടീൻ മെറ്റബോളിസം എന്ന് പറയുന്നത് അനിമൽസിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഒരു കാലം വരെ ഇത് ഒരു ഇൻഡെക്സ് ആയിട്ട് വൈഡ്ലി യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതങ്ങനെ യൂസ് ചെയ്യുന്നില്ല.
അപ്പോൾ ആനിമൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ പ്ലാന്റ് പ്രോട്ടീൻസിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ഇൻഡെക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 40 ഡേയ്സ് സ്പെഷ്യൽ ക്രാഷ് കോഴ്സിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു നൽകുന്നു. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് പ്ലസ് ഇഫക്റ്റീവ് ഷോർട്ട് സ്റ്റഡി നോട്ട്സും. ജോയിൻ ചെയ്യുന്നവർക്ക് ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നു. ടു ജോയിൻ പ്ലീസ് കോൾ ഓർ വാട്സ്ആപ്പ് ഇൻ ദിസ് നമ്പർ 9895 48 3999.